അസ്സലാമു അലൈക്കും. തഫ്സീർ വായന ഭാഗം 52. സൂറത്തുകളുടെ പ്രാരംഭങ്ങളും സമാപനങ്ങളും ഒരേ രീതിയിലല്ല ഉള്ളത്. അറബികൾക്കിടയിൽ പരിചയമുള്ളതും സാഹിത്യകാരന്മാർക്കിടയിൽ അംഗീകരിക്കപ്പെട്ടിരുന്നതുമായ പല രീതികളും ഖുർആൻ അംഗീകരിച്ചതായി കാണാം. പ്രസംഗം, കവിത, ലിഖിതരേഖകൾ, പ്രധാന സംഭാഷണങ്ങൾ ആദിയായവ പ്രാരംഭിക്കുമ്പോൾ അവയുടെ ആദ്യത്തിൽ വർണ്ണന, പ്രശംസ, ദൈവസ്തോത്രം, ഉദ്ദേശ്യസൂചന മുതലായ പ്രാരംഭ ചടങ്ങുകൾ ഉണ്ടായിരിക്കുക സാധാരണമല്ലോ. അതുപോലെ തന്നെ വിഷയം അവസാനിക്കുമ്പോൾ ചില സമാപന ചടങ്ങുകളും സ്വീകരിക്കപ്പെട്ടേക്കും. ഇപ്രകാരം ഖുർആനിലും ചില സൂറത്തുകൾ അൻആം, അൽ-കഹ്ഫ് മുതലായവ അല്ലാഹുവിൻ്റെ സ്തുതികീർത്തനങ്ങളോടുകൂടി ആരംഭിച്ചു കാണാം. അൽ-ബഖറ, അൻ-നൂർ മുതലായ ചില സൂറത്തുകളുടെ ആരംഭത്തിൽ ഈ ഖുർആൻ അല്ലെങ്കിൽ ഈ സൂറത്ത് ഇന്ന പ്രകാരത്തിലുള്ളതാണ് എന്നിങ്ങനെ ഒരു മുഖവുര കാണാം. സുമർ, മുഅ്മിൻ മുതലായ ചില സൂറത്തുകളുടെ ആരംഭം ഇത് അല്ലാഹുവിങ്കൽ നിന്നുള്ള ഗ്രന്ഥമാണെന്ന് സ്ഥാപിക്കുന്ന ഒരു പീഠികയോടു കൂടിയാവും. മറ്റു ചില സൂറത്തുകൾ സാഫാത്ത്, ദാരിയാത്ത് പോലെയുള്ളവ പ്രകൃതി വസ്തുക്കളെയോ മലക്കുകൾ മുതലായവയോ കുറിച്ചുള്ള വർണ്ണനകളാകുന്നു. മുനാഫിഖൂൻ, മുജാദില പോലെ ചില സൂറത്തുകൾ യാതൊരു ആമുഖവും കൂടാതെ ആദ്യം മുതൽക്കേ വിഷയത്തിൽ പ്രവേശിച്ചു കൊണ്ടുള്ളവയാണ്. സമാപന വേളയിലും ഇതുപോലെ വൈവിധ്യം കാണും. ഖുർആൻ സൂക്ഷിച്ചു വായിക്കുന്നവർക്ക് ഇതെല്ലാം സാമാന്യമായെങ്കിലും മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്.